Hey guys, once again welcome back another video. ഈ വീഡിയോയിൽ കണ്ടോ ഒരു മൂവ് ഫാമാണ് ഗൈസ്. മൂവ് ഫാം ഫൈനലി ഐ ബിൽഡ് എ മൂവ് ഫാം. അപ്പോൾ ഇതിൻ്റെ തുടക്കമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, ബാക്കി കാണിച്ചു തരാം. ഇത് കുറേ പാളിയാണ് അതിൻ്റെ ഇടയിൽ, എവിടെ തുടക്കമൊന്നും കാണിച്ചു തരാത്ത. പിന്നെ കുറച്ച് കോബിൾ സ്റ്റോണേ ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര ഉണ്ടാക്കാനുള്ളൂ ഇട്ടായിരുന്നു. ബാക്കി എവിടെയും ബിൽഡ് ചെയ്യണം. ഞാൻ എന്തായാലും കാണിച്ചു തരാം എന്തൊക്കെ ഇതുവരെ ചെയ്തതെന്ന്. അടിയിൽ നമ്മൾ 4 ഹോപ്പർ, ഒരു ഡബിൾ ചെസ്റ്റ്, പിന്നെ 18 ബ്ലോക്ക് മേലൊക്കെ പൊന്തിച്ചു. പിന്നെ 8 ബ്ലോക്ക് അങ്ങോട്ടും 8 ബ്ലോക്ക് അങ്ങോട്ടും 8 ബ്ലോക്ക് അങ്ങോട്ടും, അങ്ങനെ 4 ഭാഗത്തേക്കും 8 ബ്ലോക്ക് ചെയ്ത് 2 ബ്ലോക്ക് ഹൈറ്റ് പൊന്തിച്ചു. അതിന് മുമ്പ് ഞാൻ എന്ത് കാട്ടിയാലോ, നേരെ ഈ 8 ബ്ലോക്ക് തന്നെ ഈ ഹൈറ്റ് 2 ബ്ലോക്ക് ഹൈറ്റ് പൊന്തിച്ചാതെ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഓർമ്മയുണ്ട്. അതാണ് ഫസ്റ്റ് ഫാൾട്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ വട്ടം താഴത്ത് കൊണ്ട് ചത്തു. കുറേ വട്ടം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം 2-3 വട്ടം ചത്തു അടിയൊക്കെ കൂടാണ്ട്. പിന്നെ നമ്മൾ അവിടെ അതന്നെ ഇതിൻ്റെ ബാക്കിയോടെ ബിൽഡ് ചെയ്യണം. പക്ഷെ നമ്മുടെ അടുത്തുള്ള കോബിൾ സ്റ്റോൺ അതിന് തികയില്ല. അപ്പോൾ തന്നെ ഉള്ളു. മൈൻ ചെയ്യാൻ ചെറിയൊരിത്, നമുക്കൊരു കോബിൾ സ്റ്റോൺ ഫാം കൂടി ഉണ്ടാക്കണം. അതാണ് തിരുപാട് ബെറ്റർ വെച്ച് തോന്നുന്നു. പക്ഷേ പിന്നെ ഗൈസ് നമുക്ക് നല്ലൊരു ഷെയ്ഡർ വേണം. അപ്പോൾ ഷെയ്ഡേഴ്സിന് നല്ല ഷെയ്ഡർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഒരാൾ കാണാൻ നല്ല അടിപൊളിയാവണം. പക്ഷെ എന്നാലും അധികം എന്തായത് ലാഗൊന്നും വരാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ലൊരു ഷെയ്ഡർ വേണം. അപ്പോൾ അറിയണോല് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അതായത് ഞാൻ അതിൻ്റെ ബാക്കിയാണ് അതൊന്ന് കാണുന്നു വെച്ചിട്ട് പണിയാണല്ലേ. അടിയിൽ ഇഷ്ടംമാതിരി ആൾക്കാർ മൊബൈൽ സ്പോൺ ആവുന്നുണ്ട്. നമുക്ക് പിന്നെ മാത്രമല്ല ഇവിടെ മൊത്തം ലൈറ്റ് ചെയ്യുമ്പോൾ കേട്ടോ, എല്ലായിടത്തും ലൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി കൂടും. എന്തിൻ്റെ ഈ മൂവ് ഫാമിൻ്റെ എഫിഷ്യൻസി കൂടും. അതിന് മുമ്പ് ഇതൊന്ന് ബിൽഡ് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ ഇനി അതിന് നോക്കട്ടെ. ഞാനിപ്പോൾ ഇല്ല ഈ കോബിൾ സ്റ്റോൺ വെച്ചാണ്ട് അതൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തിട്ടോ. ഇല്ല ഞാൻ പത്തണം. പിന്നെ മറ്റേ എന്താ ഗ്രാനൈറ്റ് ഒന്നും തോന്നില്ലത്. ഇവിടെയൊക്കെ ഇഷ്ടമായ കോബിൾ സ്റ്റോൺ പോയി കളിച്ച് ഞാൻ വെച്ച മൈൻ ചെയ്തെടുക്കാൻ നമുക്ക് ചിലപ്പോൾ അതൊരു പണിയാകും. കുഴപ്പമില്ല. ഇവിടെ തന്നെ ഇങ്ങനെയാണ് മൈൻ ചെയ്ത് മാറ്റില്ല. അതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മോബ്സ് സ്പോൺ ആവും. അങ്ങനെ പാടില്ല. അപ്പം നമ്മളെ എഫിഷ്യൻസി കുറയും. ഞാൻ അതല്ലേ ഇതൊക്കെ ഒന്നുണ്ട് ബിൽഡ് ചെയ്യട്ടെ. ഇതിൻ്റെ പ്ലാറ്റ്ഫോം കൂടി ഈ പ്ലാറ്റ്ഫോം കൂടി സെറ്റാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചാൽ അതേക്കും ബെറ്റർ തോന്നുന്നു. നമ്മളെന്തായാലും നമ്മുടെ അടുത്ത് എല്ലാ സ്റ്റോൺസും കോബിൾ സ്റ്റോൺസും ഗ്രാനൈറ്റൊക്കെ വെച്ചാണ്ട് ആൻഡ്സൈറ്റും ഗ്രാനൈറ്റൊക്കെ വെച്ചാൽ അങ്ങനത്തെയൊക്കെ കുറേ കല്ലുകളുണ്ട്. എന്തായാലും അതൊക്കെ വെച്ചാണ്ട് നിൽക്കണു. ഇത്ര ഈ ബോർഡറൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നു. ഇനി നമ്മളടുത്ത് സ്റ്റോണിൽ ഒരു തേങ്ങയില്ല. അപ്പോൾ നമുക്ക് അത് പോയാണ്ട് മൈൻഡ് ചെയ്യണം. ഇനിയൊരു 8-10 സ്റ്റാക്കിനും കൂടി ഒപ്പിച്ചാൽ തോന്നുന്നു. അതൊക്കെ കുറച്ചൊരു ബെറ്റർ അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ ഉണ്ടായിന് ആ ബോർഡർ മാതിരി ഉണ്ടായിനൊക്കെ നമ്മൾ പൊട്ടിച്ചു പിന്നെ പോലെ എന്തൊക്കെ 2 സ്ട്രിങ് ഒന്നും കിട്ടിയിട്ടുള്ളൂ. നമ്മളാ പാളി അറിഞ്ഞില്ലേ, അതാ പാളി അറിയില്ല, അത് ഞാൻ തിരിച്ച് പൊട്ടിച്ചെടുത്തു. ആ സ്റ്റോണോടെ ഉള്ളൂ ഞാൻ ഉണ്ടാവും. അപ്പം നമുക്ക് 10 സ്റ്റാക്ക്. പക്ഷേ ഇത് മൈനിങ് ഭയങ്കര ചടപ്പാണ്. കാരണം ഇനി ഇതൊന്നും സെറ്റില്ലാത്തോടെ ഏത് എഫിഷ്യൻസിൽ ഏതെങ്കിലും ഒരു പിക്കാക്സ് ഉണ്ടെങ്കിൽ കുറച്ചൊരു രസമുണ്ടാവും മൈൻ ചെയ്യാൻ. എത്രയും കിട്ടും. ഇത് ഒന്ന് മൈൻ ചെയ്യാൻ തന്നെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ അയൺ ഫാമില്ലേ, അതിൽ തൊക്കണം. ഇതേപോലെ തീ വരുന്നതുകൊണ്ട് ഇപ്പോൾ എത്ര ആയിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ അത്രയും നേരം നിൽക്കുമ്പോഴൊക്കെ ഇത് വർക്കിംഗ് തന്നെയാണ്. പക്ഷേ ഇതിലേറെ കിട്ടേണ്ടതാണ്. ഈ തീ വരുന്നതുകൊണ്ട് ഇത് ചാവുമ്പോൾ തന്നെ തോന്നും ഇതും ആ തീ മറ്റേ ഇത് കളയാണ്. തീയിൽ പെട്ടുകൊണ്ട് ഇത് പോവാണ്, കത്തുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ കണ്ടോ അങ്ങനെ തീ ഇങ്ങനെ പടരുകയാണ് അങ്ങോട്ട്. അപ്പം ഞാൻ കുറച്ച് കോബിൾ സ്റ്റോൺ കൂടി സെറ്റ് ആക്കട്ടെ. പിക്കാക്സ് കൊണ്ട് എടുത്ത് പോകാൻ തോന്നുന്നു. ഒരു പിക്കാക്സ് കൂടി ഞാൻ ഇനി അതോടെ സെറ്റാക്കണം. ഞാൻ ഇത് കറക്റ്റ് ഫുള്ള് കാണിച്ചു തരാത്ത എന്താ കാര്യം, നമ്മൾ വൈഫൈയിലൊന്നല്ല വീഡിയോ അപ്ലോഡ് ചെയ്യണതും ഇതാക്കണമൊന്നും. വൈഫൈ ഇല്ല.
ബോക്സിലാണ്. അപ്പോൾ നല്ല ലെങ്ത് കൂടിയാൽ നല്ല രീതിയിൽ നെറ്റ് വേണം. അത് സെറ്റ് ഇതായി എടുക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലോണം നെറ്റ് വേണം. അത് കുറച്ച് പ്രശ്നമാണ് അപ്ലോഡ് ചെയ്യാനും പിന്നെ ഇതിനും പാടെ. അതാണ് ഞാൻ ഫുള്ള് എടുക്കാതെ ഈ ആവശ്യമുള്ള മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പാകത്തിന് മാത്രം വീഡിയോ എടുക്കണത്. അപ്പോൾ അതിനാരൊന്നും വിചാരിച്ചരുത്. അല്ല ഇനിയിപ്പോൾ എടുത്താൽ തന്നെ ആരും കാണുന്നൊന്നും പോകില്ല, എന്നാലും പറയാം. എന്തായാലും ഞാൻ ഇതിങ്ങനെ കുറച്ചൊരു 10-8 സ്റ്റാക്കിലും മിനിമം മൈൻ ചെയ്യട്ടെ. നമ്മളെന്തായാലും നമ്മളെ കൊണ്ട് പറ്റണ അത്ര സ്റ്റോൺ മൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളെ പിക്കാക്സ് പൊട്ടണവരെ 2 പിക്കാക്സും പൊട്ടണവരെ എത്ര സ്റ്റോണും എന്താ ഈ സാധനം ഇത് രണ്ടും 3 മൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് പോരാ, നമ്മളെ പിക്കാക്സ് രണ്ടും പൊട്ടിക്കണം. പിന്നെ ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് എടുത്തു കൊടുത്തിട്ട് അതുകൊണ്ട് കുറച്ച് മൈൻ ചെയ്യാം. മറ്റേ രണ്ടെണ്ണം പൊട്ടി. ഇതൊന്നും പോയെന്നൊക്കെ എടുത്തില്ല, ഇതൊന്നും പോരാ. നമുക്ക് നമ്മളെ ഡയമണ്ട് പിക്കാക്സ് എടുക്കാം. ഞാനത് ഇത്രയും നേരം എടുക്കണ്ടെന്ന് കെട്ടി വെച്ചിരിക്കും. ഈ ഫ്ലൈറ്റൊക്കെ ഞാൻ ഇതിന് കാര്യം തന്നെ വിട്ടുന്നുണ്ടോ, കാര്യം പറയാം. എന്നിട്ട് എടുക്കാം, ഇതൊക്കെ എടുക്കാം. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ചിട്ടാം. ചത്തിന് ശേഷം തിരിച്ചിട്ടിട്ടില്ല. പിന്നെ ഈ അയനോടെ ഇട്ട് കോപ്പർ കോള് ലാപ്പീസും കിട്ടിയിട്ട് നമുക്ക് അവിടെ തന്നെ കുറച്ച് തുണികളൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ ബാക്കി പണി തുടങ്ങാം. അപ്പോൾ അയ്യോ സ്കെലിറ്റൺസ് ഞാൻ കണ്ടില്ല, പൊട്ടന്മാർ ഇനിയും കണ്ടിട്ടില്ല. ബാക്കി പണി അങ്ങനെ തുടങ്ങാം. വെച്ചാൽ മതി എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് ഇത് കണ്ട് സെറ്റ് ഫില്ല് ചെയ്യട്ടെ. ഞാൻ അതിൻ്റെ ഭയങ്കര സ്ലോ. ഞാൻ അത്ര പെട്ടെന്നൊന്നും ഇപ്പോൾ ഇത് വെക്കാൻ പഠിച്ചിട്ടില്ല. ഏത് കോപ്പർ സ്റ്റോണും ഈ സ്റ്റോണും കാര്യങ്ങളും കട ഫാസ്റ്റിൽ വെച്ചാലും പ്രശ്നം ഇതാണ്. ഞാൻ പൊട്ടിച്ചാൽ നോക്കണ്ടേ. അപ്പം ഞാനത് ഫുള്ള് വെച്ചിട്ട് ഇത് ഫുള്ള് വെച്ചിട്ട് ഞാൻ നമ്മളെന്തായാലും ഇതാക്കണം. ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റാക്കിക്കണേ. ഇനി ഇതിങ്ങനെ 2 ബ്ലോക്കിൽ ഇതുകൂടി സെറ്റാക്കണം. ഇതിങ്ങനെ ഇതുകൂടിയാണ് സെറ്റാക്കട്ടെ. ഞാൻ നോക്കാം ഒന്ന് സ്പോണാവണ കാണോ നോക്കട്ടോ. സ്പോണാവ് കാണട്ടെ. ചത്തിട്ടില്ലേ കണ്ടോ, അവിടെ തീയും പടയനുണ്ടോ. അതാണ് സംഭവം. സ്പോണാവണില്ലല്ലോ ഇപ്പോൾ. കണ്ടോ സ്പോണാവുന്നുണ്ടോ. നൈസ്. നമ്മൾ അയൺ ഫാം ഇത്ര വലിയ അയൺ ഫാമിന് ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് അയൺ ഫാം. പക്ഷെ മൂവ് ഫാം ഇങ്ങനെയല്ല കേട്ടോ. മൂവ് ഫാം ഇപ്പം നമ്മൾ തൽക്കാലം ഒരു തട്ട് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പിന്നീട് നമുക്കിത് വലുതാക്കാം. 3, 4, 5, 6 തട്ടാക്കാം. ജാവയിലൊക്കെ പറഞ്ഞാൽ ഞാൻ ജാവയിലത്തെ മരുന്നല്ല അതെന്ന് വെച്ചാൽ അറിയാം. ബട്ട് എന്നാലും കുറച്ചുകൂടി എഫിഷ്യൻസി കിട്ടാൻ വലുതാക്കിയാൽ കൊള്ളാമെന്ന് വെച്ചാൽ തോന്നുന്നു. കാരണം ജാവയിലൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാകണം. നമ്മളതിൽ അതൊക്കെ വർക്കാവുമെന്ന് വെച്ചാൽ തോന്നുന്നു. ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പം നോക്കും അത് മനസ്സിലാവില്ലേ.
നമ്മൾ നോക്കണു ഇതിങ്ങനെ മൊത്തം സെറ്റാക്കിയിരുന്നു. ഈ കറക്റ്റല്ല 1 2 3 4 5 6 7 8 9 ബ്ലോക്ക് അത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തിരി സെറ്റാക്കിക്കണ്. ഇനി നമുക്ക് സ്ലാബ്, അയ്യോ സ്ലാബ് ഇനി അവിടെ ഉണ്ടാക്കിയിട്ട് വേണമല്ലേ. ഓ പണി പണി പണി. നമുക്ക് എന്തായാലും ട്രാപ്പ് ഡോറുകൾ വെക്കട്ടെ. ഇനി ഈ ട്രാപ്പ് ഡോർ നോക്കണു ഇതിങ്ങനെ എല്ലായിടത്തും വെക്കണം. ഈ ഭാഗത്ത് ഓക്കെ. എന്നിട്ട് ഇതൊക്കെ തുറന്നിടണം. അയ്യോ അത് തുറന്നിടണം. എന്നിട്ട് ഇവിടെ രണ്ടിടത്ത് വെള്ളം വെച്ചിടണം. അത് ഞാൻ ഇതൊക്കെ മൊത്തം ഇതെല്ലായിടത്ത് വെച്ചിട്ട് ഞാൻ മറ്റേ ഇതൊക്കെ കുറച്ച് സ്ലാബ് ഉണ്ടാക്കിയിട്ട് തരാം. സ്ലാബ് ഉണ്ടാക്കണത് ഇവിടെ നമുക്ക് സ്പൈഡർ സ്പോൺ ആവേണ്ട ആവശ്യമില്ല. എന്തിനാ ഈ മോപ്പ് ഫാം ഇപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഇച്ചു അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം എന്താ പറയുക, ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ നമുക്ക് ഇല്ല തോന്നുന്നു. ഇല്ല വലുതായിട്ടൊന്നുമില്ല. നമുക്ക് ഇനിയൊരു ഇതൊക്കെ വേണ്ടത് ഏത് ട്രേഡ് ഹാൾ ഉണ്ടാക്കാൻ ഇപ്പോൾ എന്താ കാട്ടുമെന്ന് അറിയില്ല. കാരണം വില്ലേജസ് ഇല്ല. പിന്നെ മാത്രമല്ല ഇവിടെ അടുത്ത് ഒരു 150 100 ബ്ലോക്ക് അടുത്തൊന്നും വില്ലേജ് എന്താ ഇപ്പോൾ ട്രേഡ് ഹാൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റേ അപ്പുറത്തുള്ള ഒരു ഐലൻഡ് ഉണ്ട്, ഏതോ 130 ആ ഭാഗത്തൊരു ഐലൻഡ് ഉണ്ട്. ആ ഒരു ചെറിയ ഐലൻഡ് അവിടെ ഉണ്ടാക്കേണ്ടി വരും മിക്കവാറും. ചെറുതല്ല അത്യാവശ്യത്തിന് വലുത്. അവിടെ ഉണ്ടാക്കേണ്ടി വരും ട്രേഡ് ഹാളൊക്കെ. അതാണ് പിന്നെ ഇപ്പോൾ ഒരു പണിയായിട്ടില്ല. ഒരു 10-40 വില്ലേജസ് അടങ്ങുന്ന ഒരു ട്രേഡ് ഹാൾ ഉണ്ടാക്കാനൊക്കെ ഇരുന്നത്. അപ്പം ഞാൻ തോട്ടി സെറ്റാക്കണം. ഇത് മൊത്തം കൊണ്ട് വെക്കട്ടെ. പിരാന്ത് പിന്നെ അവിടെ തന്നെ വെച്ചു. സത്യം പറഞ്ഞാൽ നല്ല തെറി വായിൽ വരുന്നുണ്ട്. പുറത്തേരം കണ്ടിട്ട് അയ്യോ എന്തടീ അതൊക്കെ ദാറ്റ്സ് ബെറ്റർ. എന്നാൽ പിന്നെ തെറ്റൂലല്ലോ. ഇനിയിപ്പോൾ ഈ 2 സൈഡും കൂടി വെക്കണം. കാണിച്ചെന്ന് വെച്ച് തോന്നുന്നു നല്ല ലെങ്ത് ആവും. ഇപ്പം തന്നെ നല്ല ലെങ്ത് ഉണ്ട് ഗൈസ്. നമ്മളെന്തായാലും എവിടെ ഒന്നുകൂടി വെക്കാണ്ട് അതോട് വെച്ചാണ്ട് എല്ലായിടത്തും നമ്മൾ ഇത് സെറ്റാക്കിയിരുന്നു. ഏത് എന്താ പേര് ട്രാപ്പ് ഡോർ സെറ്റ് ചെയ്തിരിക്കണു. ഇനി 2 ബ്ലോക്ക് എന്തോ ഇട്ടുകൊണ്ട് സ്ലാബ് വെക്കണം. നമുക്ക് ഇനി അതോടെ വെക്കാം. എവിടെ സ്ലാബ് കുറച്ച് മതി. ശരി ഞാനിനി അതോടെ വെച്ചിട്ട് ഞാൻ വെക്കണമെന്ന് കാണിച്ചു. ഇങ്ങനല്ല കേട്ടോ. ഇങ്ങനെ എല്ലായിടത്തും വെക്കണം. ഇങ്ങനെ തന്നെ തോന്നണം കേട്ടോ. വെച്ചാൽ കറക്റ്റൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ 5 രൂപ വെച്ചിട്ട് ഇങ്ങനെ വെക്കണത്. ഇത് ഇനിയിപ്പോൾ ഇഞ്ച് കണ്ടിട്ട് ആരും ചെയ്യുന്നുണ്ടെങ്കിൽ ചുറപ്പൊന്നുമില്ല. ഇപ്പോൾ സ്പൈഡർ സ്പോൺ പ്രൂഫ് ആകുമെന്ന് വെച്ചാൽ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. വരുന്നേക്കൊക്കെ നോക്കാം. എന്നിട്ട് പറ്റുന്നുണ്ട് ഇത് മാറ്റാം. അതെന്തായാലും ഈ എല്ലായിടത്തും ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളെന്തായാലും സ്ലാബ് എല്ലായിടത്തും വെച്ചിരിക്കണേ. ഇനി മേലെ റൂഫ് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണി ഫുള്ള് കഴിഞ്ഞു. അല്ല ഇല്ലല്ലേ ഇതൊക്കെ ഇതുകൂടി സെറ്റാക്കാണ്ട്. അതിനിപ്പോൾ എന്താ ചെയ്യും? ഇനിയിപ്പോൾ ഞാൻ അടി പോയിട്ട് വെള്ളം എടുത്തോണ്ടോട്ടെ. ഓ മൈ ഗോഡ് ഇതെടുത്തോണ്ടോ. നേരത്തെ ഞാൻ ഇവിടുന്ന് ഇതേപോലെ ചാടാൻ നോക്കിയിട്ട് ഞാൻ ചത്തു പോയി. ഇതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഓക്കെ നമുക്ക് ഇനി ഒരു ബക്കറ്റ് വെള്ളം ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവിടെ ഒരു ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം.
അങ്ങോട്ട് പോവാം. പിന്നെ അങ്ങോട്ട് പോകാം. അല്ല നമ്മളപ്പുറത്തന്നെ ഉണ്ടോന്ന്. ഇതിപ്പോൾ തന്നെ ലെങ്ത്ത് കൂടിക്കണ് തോന്നും. ഇപ്പം ഇത്ര ലെങ്ത്ത് തന്നെ പറ്റൂല. ബിക്കോസ് നെറ്റിൽ ഗൈസ് നെറ്റ് ഉണ്ട്, പക്ഷേ ഫാസ്റ്റില്ല. ഭയങ്കര ചടങ്ങാണ് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേന്. പക്ഷെ ആകെ കുളയ്ക്കണം. സെമിട്രി ഒന്നും നമ്മളിപ്പോൾ നോക്കണില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഫാമ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി സിമിട്രിയൊക്കെ നോക്കാം. ഇനിയുള്ള എപ്പിസോഡ്സ് ഇനി ഉണ്ടാക്കുമ്പോഴൊക്കെ സാധനങ്ങൾ സെറ്റാവണ വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ഉണ്ടാക്കാം വാട്ടർ സ്റ്റോഴ്സ്. അയ്യോ അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ ഒരു ബക്കറ്റ്, ഈ ഒരു ബക്കറ്റ് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇതിവിടെ വെച്ചിട്ട് ഇതിവിടെ വെച്ചിട്ട് അതാ ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ. ഇപ്പോൾ ഇൻഫിനിറ്റി വാട്ടർ സോഴ്സ് ആയില്ലേ. ഇതൊന്ന് എല്ലാ ബ്ലോക്കിലും ഇത് വെച്ച് നോക്കണം. ഇവിടായി. പിന്നെ ഒരുത്തൻ കമൻറ്റ് ചെയ്തിനും, ഒരുത്തല്ല ശരിക്കും ഇല്ല തന്നെയാണ്, എന്നാലും ഞാൻ പറയാം. ഒരു ബ്രോ കമൻറ്റ് ചെയ്തിനും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലോണം ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ലോണം ഉണ്ട്. എന്താ ഞാൻ എൻ്റെ വോയിസ് കുറച്ച് കേൾക്കണുള്ളൂ. കേൾക്കണമെന്നല്ല എന്നാൽ ചുരുക്കി പറഞ്ഞത്. നമ്മൾ ഈ വീഡിയോയിൽ അത് സെറ്റാക്കിക്കണമെന്ന് കരുതുക. ഉറപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വെച്ച് അറിയാൻ പറ്റുള്ളൂ എന്താ സൗണ്ട് എത്രത്തോളം ഉണ്ട് എങ്ങനെയാണെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി മാറ്റാൻ ശ്രമിക്കും. നിങ്ങൾ ഇങ്ങനെ പറയുക ഇങ്ങനത്തെ കുഴപ്പമുള്ളത്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി എന്നെക്കൊണ്ട് കയ്യിലാണെങ്കിൽ മാറ്റാൻ ശ്രമിക്കും. കാരണം ഇതൊന്നും തന്നെ ഞാൻ മൈക്കൊന്നുമില്ല ഇച്ചിവിടെ ഇതാക്കാൻ. ഞാൻ മൈക്കൊന്നുമില്ലാതെയാണ് റെക്കോർഡ് ചെയ്യണത്. ഫോണത്തെ റെക്കോർഡർ തന്നെ വെച്ചിട്ട്, ഫോണത്തെ ഈ ഇതന്നെ വെച്ചിട്ട്, എക്സ്ട്രാ മൈക്കും ഒന്നും വെച്ചിട്ടില്ല. ഹെഡ്സെറ്റ് ഉണ്ട്, നോർമൽ എല്ലാവരും വെക്കണതിനൊക്കെ ഗെയിമേഴ്സ് അതിനുള്ള. അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ ഇത്ര സെറ്റാക്കിക്കണു. ഇനി റൂഫ് കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലത്തെ പണി കഴിഞ്ഞിരിക്കണം. അതിന് മുമ്പ് ഒന്ന് കടന്നു വെച്ചാൽ ഇതുകൂടി സെറ്റാക്കി കഴിഞ്ഞാൽ മോബ് ഫാം സെറ്റ്. അത്ര തന്നെ. അടിയിൽ 4 ക്യാമ്പ് ഫയർ വെക്കണം, ഓട്ടോ കില്ലർ സെറ്റാക്കണം. ഇത് നടക്കില്ല കേട്ടോ. ഇതെടുക്കുക, എന്നിട്ട് ഇവിടെ ബ്ലോക്ക് വെക്കുക, ഇവിടെ ബ്ലോക്ക് വെക്കുക, ഒട്ടിക്കുക. ഇനി ഇതിങ്ങനെ മൊത്തം സെറ്റ് ചെയ്യണം. കുറച്ച് സെറ്റ് ചെയ്യില്ല, അപ്പുറത്ത് ഇപ്പുറത്തായിട്ട്. ഞാൻ ഇത് ഭയങ്കര ചടങ്ങാണ്. ഞാൻ ഭയങ്കര സ്ലോ ആണ് ഈ ബ്ലോക്ക് വെക്കണില്ലൊക്കെ. അപ്പം ഞാൻ ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് മൊത്തം ഈ റൂഫ് ഗൈസ് നമ്മളെന്തായാലും ഇത് മൊത്തം ഇല്ലേ, അയ്യോ അവിടെ ഒന്നുണ്ട് തോന്നുന്നു. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. അയ്യോ കട്ടായി. നമ്മളെന്തായാലും മൊത്തം എന്താക്കിയിരുന്നു. ഞാൻ ഒറ്റ ബ്ലോക്ക് കൂടി വെച്ചാൽ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇവിടെ സ്പോണാൻ തുടങ്ങേണ്ടതാണ് ഇതുവരെ വെച്ചൊക്കെ കറക്റ്റാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി ഇതോടെ വെക്കാം. നമ്മളെന്തായാലും ആകെ തോന്നിയ ബ്ലോക്ക് വെച്ചിരിക്കണത് കണ്ടോ, ആകെ തോന്നിയ ബ്ലോക്ക് വെച്ചിരിക്കണത്. അതാ ഇപ്പോൾ ഒരു പണിയായി. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വീട് പണിയണം. ഇനി നമ്മളെ കയ്യിൽ ഇനി വാട്ടറില്ല, അടിയൊക്കെ ചാടിയ ചത്ത്. എന്താ ചെയ്യും, ഇപ്പം തന്നെ ചാടിയിരുന്നു. നമുക്കെന്തായാലും ഫുള്ളാക്കിയിട്ട് ചാടി വെക്കാം. എന്താ പാട്, അടിയിൽ ചാടി പോയിട്ട് വെച്ചാൽ കുറച്ചുകൂടി ഇത് കുറയും തോന്നുന്നു. അപ്പോൾ യെസ്, എടാ ഡേ, അയ്യോ ജസ്റ്റ് മിസ്. ക്രീപ്പർ ഒപ്പിച്ചപ്പോൾ തന്നെ
അയ്യോ അയ്യോ അയ്യോ. നമുക്ക് ക്രീപ്പറിനെ അങ്ങനെ കൊല്ലാന്ന് കാണിച്ചു തരാം. അങ്ങനെ ക്രീപ്പറിനെ കൊല്ലും. സ്കെലിട്ടനെങ്ങനെ കൊല്ലുക വെച്ചാൽ ഇതിങ്ങനെ ഇങ്ങനെ 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 കണ്ടോ അങ്ങനെ. ഓ നമുക്ക് ഫസ്റ്റ് പോ കിട്ടിയപ്പോഴാവുന്നു. ഇതാ സ്പോൺ ആവുന്നുണ്ട്. ഇനി അവിടെ 4 ക്യാമ്പ് ഫയർ വെക്കണം. 4 ക്യാമ്പ് ഫയറിന് ഇത്ര നേരം ഒന്നുമില്ല. 2 സ്റ്റേക്ക് കുറവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ക്യാമ്പ് ഫയറോട് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഞാനിഞ്ഞ് കൊണ്ട് പറ്റണതൊക്കെ ഇനി ഈ വില്ലേജേഴ്സിന് ഇനി നമ്മൾ വേറൊരു ഇത് കണ്ടില്ലേ, വേറൊരു വില്ലേജ് കൂടി കണ്ടില്ലേ, ആ വില്ലേജ് പോയാണ്ട് അവിടുന്ന് വില്ലേജേഴ്സിനെ കൊണ്ടുവരണം. വേറെ 2 വില്ലേജ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു 1000 ബ്ലോക്ക് പോയാലും ഒരു വില്ലേജ് ഉണ്ട്. നമുക്കിത് എന്താ എടുക്കേണ്ടത്, 1000 ബ്ലോക്ക് പോയാൽ ഒരു വില്ലേജ് ഉണ്ട് ഇവിടുന്ന്. ആ വില്ലേജ് പോയാണ്ട് 2 വില്ലേജ് തന്നെ കൊണ്ടുവരണം. കാരണം ഇതിൽ നിന്ന് ഇനി അയൺ ഫാം ഒന്നും എടുക്കാൻ വെച്ചാൽ വില്ലേജസിന് കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടില്ല, പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരാം. ഇതൊന്നും വുഡൊന്നും ഇല്ല, വുഡ് പോലും ഇല്ല. എന്നിട്ട് അത് കൊടുത്തിട്ട് അതൊക്കെ ഞാൻ ഓഫ്ലൈൻ ആയിട്ടേക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, കൊണ്ടുവരലൊക്കെ കുറച്ച് റിസ്ക് പിടിച്ച പണി. അതൊക്കെ കാണിച്ചാന്ന് വെച്ചാൽ നിങ്ങൾ കാണിച്ചണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യുക. കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങൾ കാണിച്ചണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ചാർക്കോൾ വെച്ചിട്ട് കടന്നു പറഞ്ഞിട്ട് ആദ്യം. അപ്പോൾ ഈ ഇതും കൂടി വെച്ചിട്ട്, എന്താ അതിൻ്റെ പേര്, ക്യാമ്പ് ഫയർ കൂടി വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് കിട്ടി. എവിടെ ഇതിലാണ് ഇത് വെച്ചിട്ട് 2 ആയിട്ടുള്ളൂ. 2 പോരാ. എവിടെ സ്റ്റിക്ക് 3 ഉണ്ടാക്കാനുണ്ട്. ഓക്കെ, 4 ക്യാമ്പ് ഫയർ ആയിരുന്നു. നമുക്ക് ഇനി ഇതും കൂടി അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് അപ്പോൾ ഒക്കെ സെറ്റായി. അയൺ ഫാം മൊത്തം സെറ്റായി. അയൺ ഫാമല്ല, ഈ സംഭവം മൊത്തം സെറ്റായി. ഏത് നമ്മളെ അയ്യോ ഇങ്ങനെയല്ല, ഇവിടുന്ന് ഇതിന് ശേഷം സ്ലാബ് കൂടി വെക്കണം. അപ്പോൾ എങ്ങനെ വെക്കുക, അങ്ങനെ വെക്കാം. ഇവിടുന്ന് ഇപ്പം മൊത്തം സെറ്റ്. നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയാൽ മതി. നമ്മൾക്ക് ഇതിൽ നിന്ന് ആ ലൂട്ട് മാത്രം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ഫാമും സെറ്റാക്കിക്കണം, മോബ് ഫാമും സെറ്റാക്കിക്കണം. ഇനി ഇവിടെ മൊത്തം ഇത് വെക്കണം, ടോർച്ച് വെക്കണം. അതൊക്കെ ഞാൻ ഓഫ്ലൈനിൽ ഇരുന്നാണ്ടേക്കും ചെയ്യാം. മൊത്തം കാണിച്ചേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ, ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.